നമ്മുടെ ജുമാ ഖുതുബ തന്നെ നോക്കൂ നിങ്ങൾ. എല്ലാ വെള്ളിയാഴ്ചയും 4 റക്അത്തുള്ള ദുഹ്ർ നമസ്കാരത്തിന്റെ നേരത്ത് നാം നിർവഹിക്കുന്നത് ജുമഅയുടെ 2 റക്അത്താണ്. ബാക്കിയുള്ള 2 റക്അത്ത് അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അത്തൈൻ മിനൽ ഫർദ്. ഫർളായ ആ ളുഹറിന് വേണ്ട 4 റക്അത്തിന് പകരം 2 റക്അത്ത് മാത്രം നമ്മൾ നിർവഹിക്കുമ്പോൾ അതിന് മുൻപ് നാം കേട്ട ഖതീബിന്റെ 2 ഖുതുബയാണ് ബാക്കിയുള്ള 2 റക്അത്തുകളുടെ സ്ഥാനത്ത് നിലകൊള്ളുന്നത്. അപ്പൊ എന്താണ് നമ്മളെങ്ങനെ വിളിച്ചുകൂട്ടി പ്രായപൂർത്തിയായ മുഴുവൻ പുരുഷന്മാരെയും മഹല്ല് ജമാഅത്തിന്റെ പരിധിയിൽപ്പെട്ട പള്ളിമേടയിലേക്ക് വിളിച്ചുകൂട്ടി അവരോട് ഖതീബ് സാഹിബ് മെമ്പറിൽ കയറിയിട്ട് 2 പ്രഭാഷണം നിർവഹിക്കുമ്പോൾ ആ 2 പ്രഭാഷണത്തിന്റെയും സ്വീകാര്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അൽ വസിയ്യത്തു ബിത്തഖ്വ. നമ്മൾ ഇവിടെ വന്നു എന്നതിന്റെ ലക്ഷ്യം എന്ത്? പടച്ചോനെ പേടിച്ച് ജീവിക്കുക എന്നുള്ളത് ബോധ്യപ്പെടുത്തി അവരെ പിരിച്ചുവിടുകയാണ്. അതിനൊരു നോട്ടീസിന്റെ അകമ്പടിയില്ലാതെ, ഒരു ലഘുലേഖയില്ലാതെ, ഒരു വാൾ പോസ്റ്റർ ഇല്ലാതെ, ഒരു വാട്സപ്പിലുള്ള പരസ്യം ഇല്ലാതെ ആഴ്ചയിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയിലും നമ്മൾ ജുമാക്ക് വേണ്ടി അവിടെ എത്തിച്ചേരാൻ ഒരു യാന്ത്രികമായ കടന്നുവരൽ എന്ന പോലെ. അത് നമ്മളെ ഇടക്കിടക്കുള്ള ഗുണദോഷം നമ്മൾ മറ്റുള്ള ചിന്തയിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രമുഖമായ മറ്റൊരു വേർഷനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ആത്മീയമായ മജ്‌ലിസുകളെ ഒരുമിച്ച് കൂട്ടുന്നതും അതിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ നന്മ പറയുന്നതും നന്മ ചർച്ച ചെയ്യുന്നു. ആക്ച്വലി ഇത് എല്ലാവരും ചർച്ച ചെയ്യാം. ഇങ്ങനെയുള്ള ദീനീ സംഭാഷണങ്ങളിൽ എല്ലാവരുമാണ് പങ്കാളിത്തം വഹിക്കുന്നത്. ഞാനൊരു സംസാരക്കാരൻ, നിങ്ങളൊരു കേൾവിക്കാരൻ, അങ്ങനെയൊന്നുമില്ല ഇതിൽ. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു സംഭാഷണമാണ്. നമ്മൾ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനം നടത്തുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാം നമ്മിലേക്ക് തന്നെ തീർത്ഥയാത്ര നടത്തുകയാണ് എന്നും കൂടി പറയാം. നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുന്ന ആളുകളാണ്. നമ്മൾ ആ നാട് കണ്ടു, ഈ നാട് കണ്ടു, ആ ഗ്രാമിക കണ്ടു, ഈ പ്രകൃതിയുടെ വശ്യ ചാരുത കണ്ടു, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. സൂര്യ ഉദയങ്ങളെ കണ്ടു, സൂര്യ അസ്തമാനങ്ങളെ കണ്ടു. അതുപോലെ തന്നെ വിശാലമായി നീണ്ട് പരന്ന് വിശാല വിസ്തൃതമായിട്ട് കിടക്കുന്ന അറേബ്യൻ നീലസാഗരത്തിന്റെ ഹിമാലയ സാനുക്കളെ പോലെ തിരയടിക്കുന്ന അർണവമോജകളെ കണ്ടു, പുഷ്പിക്കുന്ന പുഷ്പങ്ങളെ കണ്ടു, പ്രകൃതിയുടെ പല വരദാനങ്ങളെയും നമ്മൾ കണ്ടു. അതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്, ഒരു കിനാവ് മാത്രമൊന്നുമല്ല. പക്ഷെ അങ്ങനെ ലോകത്തിൽ ഒരു ദേശാടന കിളിയെപ്പോലെ